ഞാന് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു താത്തയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് അവർക്ക് പേടിയാകുമ്പോ ഞാൻ രാത്രി കിടന്നെടുക്കാൻ പോയിരുന്നു. അപ്പൊ ആ നോമ്പിന്റെ സമയത്തെ അപ്പൊ ഇവരെ കൂടെ നോമ്പൊക്കെ നോൽക്കേനു ഒരു പറയും പോലൊക്കെ ഞാൻ പറയായിരുന്നു. ഓ അന്ന് നോമ്പൊക്കെ നോൽക്കായിരുന്നു. ഏഴ് നോമ്പല്ലാത്തതൊക്കെ ഞാൻ നോൽക്കായിരുന്നു. വൈകുന്നേരം കുളി കഴിഞ്ഞ് വേഗം അങ്ങോട്ട് പോവും, അവിടെ നോമ്പ് തുറന്ന് അവിടെ നിൽക്കും, എന്നിട്ട് രാവിലെ സ്കൂളിലേക്ക് പോരും. ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അന്നേ ഇങ്ങനെ എന്താ പറയാ, ഒരു നമ്മളെ മതാചാരം അല്ലാതാക്കും നിങ്ങളതും ചെയ്യും. അപ്പൊ എനിക്ക് രണ്ടും ആളുകൾ വളരെ കുറവാ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും യൂട്യൂബ് തുറന്നിട്ട് ആദ്യം സാറിന്റെ എന്താന്നാ നോക്കുക. അത് കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയില്ല. അപ്പൊ ഞാനിപ്പൊ അലക്കാൻ കോളേജിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം. ഞാൻ അലക്കാൻ ഇറങ്ങിയോടത്തുനിന്ന് വേഗം വന്ന് മൊബൈലിൽ നോക്കി എന്തെങ്കിലും ഉണ്ടോന്നുള്ളത്. അപ്പൊ തുറന്നപ്പോ തന്നെ സാരദാ കണ്ടത്. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് തോന്നി, അങ്ങനെ വിളിച്ചതാ. ഓ ഏതോ കാലം ഈ ചാനൽ കാണുമ്പോ തുടങ്ങിക്കുന്നു. വർഷം എന്നാണോ ഇത് തുടങ്ങി അന്ന് മുതൽ തുടങ്ങിക്ക്. കേട്ടോ നിങ്ങള് ആ സഹോദരിയുടെ വാക്കുകള്, അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് നമുക്ക് തരുന്നത് അല്ലെ. കാരണം അവര് അവരുടെ മതത്തെ മാനിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളും അവര് വർഷങ്ങളോളമായി അത് കൊണ്ട് നടക്കുന്നത്, അതിനെ ഇഷ്ടപ്പെടുന്നു എന്നെല്ലാം പറയുമ്പോൾ ഓരോ മുസൽമാനും ഓരോ മുസ്ലിമിനും ഇത് കേൾക്കുമ്പോൾ അത്രയധികം സന്തോഷമാണ് തോന്നുക. കാരണം ഞാൻ എന്നും എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, തെറ്റിദ്ധാരണ ഉണർത്തുകയാണ് യുക്തിവാദികൾ ചെയ്യുന്നത്. ഇസ്ലാമിനെതിരെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അല്ലാതെ ഇസ്ലാം ഒരിക്കലും ഒരു നല്ല മുസ്ലിം ഒരു തീവ്രവാദി ആവുകയില്ല കൂട്ടരെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരിക്കലും ഈമാനുള്ള ഒരു മുസ്ലിം ഒരിക്കലും തീവ്രവാദി ആവുകയില്ല. ഇനി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ അതിൽ വന്ന് പറയുന്നുണ്ട് ഇത് തീവ്രവാദത്തിന്റെ ചാനലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. മനുഷ്യനെ സ്നേഹിക്കാനാണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൽ മതം ഒരിക്കലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും അവരെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിന്റെ മതമാണ് ഇസ്ലാം, സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. ഇതിൽ ഒരിക്കലും ഒരു തീവ്രവാദവും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ആര് എന്ത് ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കിയാലും ഇസ്ലാമിനെ ഒരിക്കലും യുക്തിവാദികളോടാൻ ആണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇല്ലായ്മ ചെയ്യാനും സാധിക്കൂല മക്കളെ. ഇസ്ലാം മതം വളർന്നു കൊണ്ടിരിക്കുക തന്നെയാണ്. അതിനെതിരെ വളരുന്നവർക്കെതിരെയാണ് എന്തും നെഗറ്റീവ്സ് ഉണ്ടാവുക.